ഹായ് ബിജൂസ് ഫാമിലിയുടെ എല്ലാ കൂട്ടുകാർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ആദ്യം തന്നെ എല്ലാവരോടും ബിജൂസ് ഫാമിലിയുടെ വക ഓണാശംസകൾ പറയാൻ കേട്ടോ. അപ്പോൾ ഉത്രാട തലേന്നാണ് കേട്ടോ ഈ വീഡിയോ തുടങ്ങുന്നത്. തലേന്ന് ഞങ്ങൾ നേരത്തെ തന്നെ കഷ്ണങ്ങളൊക്കെ നുറുക്കി വയ്ക്കാൻ തുടങ്ങിയിരുന്നു. തലേ ദിവസം ഞങ്ങൾക്ക് ഒരു പ്രോഗ്രാം ഉണ്ടായതുകൊണ്ട് ഞങ്ങൾ കുറച്ച് കുട്ടികൾക്ക് ക്യാമ്പ് ഉണ്ടായതുകൊണ്ട് കുറച്ച് വൈകിയാണ് എത്തിയത്. അപ്പോൾ ഇതൊക്കെ കഴിഞ്ഞാൽ പെട്ടെന്ന് കിടന്നുറങ്ങല്ലോ വിചാരിച്ചിട്ട് നേരത്തെ തന്നെ പച്ചക്കറിയൊക്കെ കട്ട് ചെയ്യാൻ തുടങ്ങിയിരുന്നു കേട്ടോ. എല്ലാവരും ഞങ്ങളുടെ കൂടെ ഉണ്ട്. ഞാനും ചേട്ടനും കട്ട് ചെയ്യാൻ തുടങ്ങിയപ്പോൾ തന്നെ കുട്ടികൾ 3 ആളെ ഒപ്പം ഉണ്ടായിരുന്നു കേട്ടോ. എല്ലാ പണിക്കും അവരങ്ങനെ തന്നെയാണ്, ഞങ്ങളുടെ കൂടെ തന്നെ ഉണ്ടാവും. അവർക്ക് കഴിയുന്ന രീതിയിൽ അവർ കട്ട് ചെയ്ത് ഞങ്ങളെ സഹായിക്കാറുണ്ട് കേട്ടോ. അപ്പോൾ അതൊരു രസമുള്ള ടൈമാണ്. ഇങ്ങനെ എല്ലാവരും കൂടിയിട്ട് ഈ പച്ചക്കറിയൊക്കെ മുറിക്കുന്നതും അരിയുന്നതൊക്കെ ഒരു രസമുള്ള ടൈമാണ് കേട്ടോ. അതൊക്കെ ഈ ഒരു ഓണം, വിഷു ഇങ്ങനത്തെ പരിപാടികൾക്കൊക്കെ ആണ് നമുക്കത് അങ്ങനത്തെ ഒരു ഫീലിംഗ് കിട്ടാറുള്ളത് കേട്ടോ. അപ്പോൾ ഇപ്രാവശ്യം എന്ത് ചെയ്തു, ഞങ്ങളെല്ലാവരോടും എന്ത് പറഞ്ഞു, ബിരിയാണിയാണ് വെക്കുന്നതെന്ന് പറഞ്ഞുകൊണ്ട് ആരും വന്നിട്ടില്ല കേട്ടോ തലേന്ന്. അപ്പോൾ ഇളയച്ചി അമ്മയൊക്കെ വിളിച്ച് ചോദിച്ചിരുന്നു. അപ്പോൾ ഞങ്ങൾ പറഞ്ഞു ബിരിയാണിയാണ് വെക്കുന്നത്, പച്ചക്കറിയൊന്നും വെക്കുന്നില്ല എന്ന് പറഞ്ഞു കേട്ടോ. അതുകൊണ്ടാണ് അമ്മേനെയും ഇളയച്ചീനെയും അതേപോലെ ഇളയച്ചനെയൊന്നും ഈ വീഡിയോയിൽ കാണാത്തത് കേട്ടോ. അപ്പോൾ അവർക്കൊരു സസ്പെൻസ് ആയിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ട് അവരോട് പറഞ്ഞിട്ടില്ലായിരുന്നു. ഞങ്ങൾ പച്ചക്കറി ഉണ്ടാക്കുന്നില്ല എന്ന് പറഞ്ഞതാണ് കേട്ടോ. തിരുവോണത്തിന് ഏതായാലും ഇളയച്ചൻ്റെ വീട്ടിൽ പച്ചക്കറിയാണ്. അപ്പോൾ ഞങ്ങൾ ബിരിയാണി ഉണ്ടാക്കുക എന്ന് പറഞ്ഞുകൊണ്ട് അവരാരും വന്നിട്ടില്ല കേട്ടോ. അപ്പോൾ ഞങ്ങൾ ഈ ഒരു പച്ചക്കറി കട്ട് ചെയ്യുന്ന സമയത്ത് ഒരുപാട് നല്ല നല്ല ഓർമ്മകൾ ഞങ്ങൾക്ക് ലഭിച്ചിട്ടുണ്ട് കേട്ടോ. ഒരുപാട് ഇങ്ങനെ ഇരിക്കുന്ന സമയത്ത് ഒരുപാട് സംസാരിക്കാനുണ്ടാവും, ഒരുപാട് കാര്യങ്ങൾ നമുക്ക് പരസ്പരം പറയാനുണ്ടായിരിക്കും. ഇതൊക്കെ നമുക്ക് പിന്നെ ആലോചിക്കുമ്പോഴും ഒരുപാട് സന്തോഷം തരുന്നൊരു കാര്യമാണ് കേട്ടോ. ഞങ്ങൾ മുന്നേ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ട് ഓണത്തിൻ്റെ തന്നെ, തറവാട്ടിലെ തിരുവോണാഘോഷം എന്ന് പറഞ്ഞൊരു വീഡിയോ കേട്ടോ. അപ്പോൾ ആ വീഡിയോസൊക്കെ ഇപ്പോഴും എടുത്ത് കാണുമ്പോൾ ഒരു പ്രത്യേക അനുഭൂതിയാണ് ഞങ്ങൾക്ക് വരാറ്. അതിൽ ഇപ്പോൾ അച്ഛൻ ഞങ്ങളെ കൂടെ അല്ല, കഴിഞ്ഞ വർഷം ഞങ്ങൾക്ക് ഓണമില്ലായിരുന്നില്ല, അച്ഛൻ മരിച്ചിട്ട് 1 വർഷം ആയിട്ടില്ലായിരുന്നു. അപ്പോൾ 1 വർഷം കഴിഞ്ഞതിൻ്റെ ശേഷമാണ് ഇപ്പോൾ ഓണം ആഘോഷിക്കുന്നത് കേട്ടോ. അപ്പോൾ ആ ഒരു അച്ഛൻ്റെ ഒരു ഇല്ലാത്തൊരു സങ്കടം എപ്പോഴും ഞങ്ങളുടെ ഉള്ളിലുണ്ട് കേട്ടോ. അപ്പോൾ ഇതിൻ്റെ ഇടയിൽ കൂടെ ഞങ്ങൾ ഓരോ കാര്യങ്ങൾ പറഞ്ഞിട്ടാണ് കേട്ടോ പച്ചക്കറി കട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത് കേട്ടോ. അപ്പോൾ റീൽസ് എടുക്കേണ്ട കാര്യങ്ങളൊക്കെ പറയുകയാണ് അച്ഛമോൾ. പുതിയ കുറേ റീൽസ് വന്നിട്ടുണ്ട് ഓണത്തിൻ്റെ, അപ്പോൾ നമുക്ക് അതൊക്കെ എടുക്കുക എന്ന് പറയുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് കുറച്ച് റീൽസൊക്കെ ഞങ്ങൾ ചെയ്തിട്ടുണ്ടായിരുന്നു, അതൊക്കെ ഞങ്ങൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ. ഇങ്ങനെ സംസാരിച്ചുകൊണ്ട് ഓരോ പണിയെടുക്കുമ്പോൾ അത് കഴിയുന്നത് നമ്മൾ അറിയാറില്ല കേട്ടോ. അങ്ങനെ ഏകദേശം ഞങ്ങളെ എല്ലാ പച്ചക്കറികളും കട്ട് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. തലേ ദിവസം തന്നെ കട്ട് ചെയ്ത് വെക്കുന്നത് രാവിലെ പെട്ടെന്ന് ഉണ്ടാക്കല്ലോ എന്നുള്ള എളുപ്പത്തിനാണ് കേട്ടോ. അങ്ങനെ തന്നെയാണ് തറവാട്ടിലായെന്ന് മുതലേ ഞങ്ങൾ ചെയ്യാറുള്ളത് കേട്ടോ. ഓരോന്ന് കട്ട് ചെയ്ത് ഓരോ പാത്രത്തിലേക്ക് മാറ്റി വയ്ക്കുന്നത് കേട്ടോ. അവിയലിന്, സാമ്പാറിന്, കൂട്ടുകറിക്ക്, തോരന്, അങ്ങനെ ഓരോന്നിനും വേറെ പാത്രത്തിലേക്ക് ആക്കി വെക്കുകയാണ് കേട്ടോ. അപ്പോൾ പച്ചക്കറി കട്ട് ചെയ്തൊക്കെ കഴിഞ്ഞതിന് ശേഷം മേഡം പച്ചക്കറി വാങ്ങാൻ പോയ സമയത്ത് തന്നെ കുറച്ച് മല്ലികയൊക്കെ വാങ്ങി വന്നായിരുന്നു കേട്ടോ, പൂവിടാൻ വേണ്ടിയിട്ട്. നമ്മളെ ഒതായിൽ തന്നെ ഇപ്രാവശ്യം മല്ലികയും പൂക്കളൊക്കെ വിൽക്കുന്നുണ്ട്. അപ്പോൾ അവിടെ നിന്ന് തന്നെയാണ് കേട്ടോ പൂക്കളൊക്കെ വാങ്ങി വന്നത്. നമ്മൾ മല്ലികയൊക്കെ പൂവിച്ചിട്ടിരുന്നു, പക്ഷെ ഒന്നും പൂവ് വിരിഞ്ഞിട്ടില്ല. അപ്പോൾ ഓണത്തിൻ്റെ സമയമായപ്പോൾ പൂവിന് ആവശ്യം വന്നപ്പോൾ കുറച്ച് പൂക്കളും വാങ്ങിയിട്ടോ. അപ്പോൾ ആ പരിപാടികളൊക്കെ കഴിഞ്ഞ് ഭക്ഷണം കഴിച്ചതിന് ശേഷം ഞങ്ങൾ എന്ത് ചെയ്ത്, അവിയൽ മാത്രം തലേ ദിവസം വെച്ചതായിരുന്നു കേട്ടോ. അപ്പോൾ അവിയൽ തലേ ദിവസം വെച്ച് പിറ്റേ ദിവസത്തിന് അതിന് കുറച്ചും കൂടെ ടേസ്റ്റ് കൂടും. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞങ്ങൾ തലേ ദിവസം തന്നെ അവിയലൊക്കെ റെഡിയാക്കി വെച്ചായിരുന്നു കേട്ടോ. അപ്പോൾ അവിയലിൻ്റെ പണി രാവിലെ നോക്കണ്ടല്ലോ വിചാരിച്ചു. അങ്ങനെ ഞങ്ങൾ പോയി കിടന്നുറങ്ങി. രാവിലെ ഒരു 3 മണിയായപ്പോൾ എണീറ്റതാണ് കേട്ടോ ഈ കാണുന്നത്. 3 മണിയായപ്പോൾ എണീറ്റ് പെട്ടെന്ന് തന്നെ 2 കുക്കറിലും പച്ചക്കടലയും അതേപോലെ മമ്പയറും വേവിക്കാൻ വെച്ച് ബാക്കി പണികളൊക്കെ തുടങ്ങിയിട്ടോ. രാവിലെ നേരത്തെ ഒരു 3 മണിയായപ്പോൾ എണീറ്റപ്പോൾ തന്നെ നല്ല മഴയാണ് കേട്ടോ. ഇന്നലെ തൊട്ട് ചോരാത്ത മഴയാണ്. അപ്പോൾ തലേന്നത്തെ മഴ രാവിലെ ആയിട്ടും ചോർന്നിട്ടില്ലായിരുന്നില്ല കേട്ടോ. അപ്പോൾ എന്തായാലും നമ്മൾ പരിപാടിയൊക്കെ നടത്തണ്ടേ. അപ്പോൾ അതേപോലെ തന്നെ ഞങ്ങൾ എന്ത് ചെയ്തു, പെട്ടെന്ന് തന്നെ രാവിലെ എല്ലാ പരിപാടികളും തീർക്കാൻ നിന്നു. പുറത്തുള്ള പരിപാടി അടിച്ച് വാരലൊക്കെ മഴ ചോരുമ്പോൾ എടുക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ അടുപ്പത്തെ പണിയൊക്കെ പെട്ടെന്ന് നോക്കുകയാണ് കേട്ടോ. ആദ്യം തന്നെ വേഗം ഞങ്ങൾ സാമ്പാറിനുള്ള പരിപാടികളാണ് നോക്കിയത്. സാമ്പാറും കൂട്ടുകറിക്കുള്ള പരിപാടികളാണ് ആദ്യം നോക്കിയത് കേട്ടോ. കുക്കറിൽ പച്ചക്കടലയും മമ്പയറും വേവിക്കാനും വെച്ചു. എന്നിട്ടാണ് ഞാൻ തീ കത്തിച്ചത് കേട്ടോ. തീയൊക്കെ എന്താ അറിയില്ല, പെട്ടെന്ന് ഓണായിട്ടൊന്നുകൊണ്ട് പെട്ടെന്ന് കത്തി പിടിച്ചിട്ടുണ്ട് കേട്ടോ. കൂടുതൽ പ്രയാസപ്പെടുത്തിയിട്ടൊന്നുമില്ലെന്ന് പെട്ടെന്ന് തന്നെ തീയൊക്കെ കത്തി പിടിച്ചിട്ടുണ്ട്. അപ്പോൾ ഓരോന്നായിട്ട് ഓരോ പാത്രത്തിലാക്കി അടുപ്പത്ത് വെക്കുകയാണ്. താഴത്തെ താത്താൻ്റെ വീട്ടിലൊക്കെ നേരത്തെ നീറ്റിട്ടുണ്ട്. അവർക്ക് നബിദിനായതുകൊണ്ട് അവർക്ക് എന്തൊക്കെ ആഘോഷങ്ങളോ പരിപാടികളൊക്കെ ഉണ്ട് തോന്നുന്നുണ്ട്. അപ്പോൾ അവരൊക്കെ നേരത്തെ എണീറ്റിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ നമ്മളും നേരത്തെ എണീറ്റിട്ടുണ്ട്, അവർക്കും അവരെ പരിപാടിക്ക് അവരും എണീറ്റിട്ടുണ്ട് നേരത്തെ കേട്ടോ.
അപ്പോൾ ഞങ്ങളെ പരിപാടി എടുക്കുന്ന നേരത്ത് അതിൻ്റെ ഇടയ്ക്കൊന്ന് ആദ്യക്കുട്ടനെ ഉണർന്നേന്ന്. അപ്പോൾ അവനെ ഒന്ന് ഉറക്കാനൊക്കെ പോയി വന്നാണ് ബാക്കി പണിയൊക്കെ എടുക്കുന്നത് കേട്ടോ. അപ്പോൾ വിചാരണ ഇതേപോലെ ഒപ്പത്തിന് പണിക്ക് ഉണ്ടാവും. അതുകൊണ്ട് നമുക്ക് ഒരു ഭാരം ഉണ്ടാവില്ല എന്ത് പണി എടുക്കുകയാണെങ്കിലും കേട്ടോ. എല്ലാ ഇതും കുക്ക് ചെയ്യാനും പിന്നെ എല്ലാ പരിപാടിക്കും ഏട്ടൻ മുന്നിലേക്ക് ഉണ്ടാവും. ഏട്ടന് പാചകം ചെയ്യാൻ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അപ്പോൾ എല്ലാ പരിപാടിയും ഏട്ടൻ തന്നെയാണ് കൂടുതലായിട്ട് ചെയ്യും. ഞാൻ എല്ലാതും ആക്കി കൊടുക്കുക എന്നല്ലാതെ എല്ലാതും വെക്കുന്നത് ഏട്ടൻ തന്നെയാണ് കേട്ടോ. അപ്പോൾ പച്ചടിയും ബീട്രൂട്ട് പച്ചടിയും ഒക്കെ ഉണ്ടാക്കുന്നുണ്ട്. അതിന് വേണ്ടിയിട്ടാണ് കേട്ടോ ഈ ഇഞ്ചിയും പച്ചമുളകൊക്കെ അരിഞ്ഞുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതൊക്കെ ഉണ്ടാക്കുന്ന വിചേട്ടൻ. ഞാനിതൊക്കെ ഇങ്ങനെ റെഡിയാക്കി കൊടുക്കുന്ന ആൾ മാത്രമാണ് കേട്ടോ. എല്ലേത് ഉണ്ടാക്കൽ വിചേട്ടൻ തന്നെയാണ് കേട്ടോ. അത് പണ്ടേ തറവാട്ടിലായെന്ന് തന്നെ അമ്മേൻ്റെ കൂടെ നിന്ന് ഉള്ള ചേലാണ്. എപ്പോഴും പറയും അമ്മേൻ്റെ കൂടെ നിന്നിട്ട് ഇതൊക്കെ പഠിച്ചതെന്ന് പറയും. അപ്പോൾ അമ്മേൻ്റെ കൂടെ നിന്നുള്ള പരിപാടികളാണ് ഇതൊക്കെ. അപ്പോൾ ഇവിടെ വന്നപ്പോൾ ഇതേപോലെ തന്നെയാണ് കേട്ടോ. എല്ലാ പരിപാടിക്കും ചേട്ടൻ കൂടെ ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് എനിക്കൊരു പിന്നെ സപ്പോർട്ടാണ്. നമുക്ക് എന്ത് പരിപാടി ഉണ്ടെങ്കിലും ഒരു പേടിയില്ല. എത്ര ആളുകളുണ്ടെങ്കിൽ അത് ഉണ്ടാക്കാൻ കൂടെ ഒരാളുണ്ടാകുമ്പോൾ നമുക്ക് സമാധാനമല്ലേ. അപ്പോൾ അതേപോലെ ഞങ്ങൾ പരിപാടികളൊക്കെ എല്ലാതും പെട്ടെന്ന് കഴിഞ്ഞപ്പോൾ കുറച്ച് കഴിഞ്ഞപ്പോഴാണ് ഞാൻ കുളിച്ചത്. എനിക്ക് ജലദോഷം പിടിച്ചുകൊണ്ട് രാവിലെ തന്നെ നേരത്തെ തലയിൽ വെള്ളം ഒഴിക്കാൻ നിന്നിട്ടില്ല. 3 മണിയായപ്പോൾ എണീറ്റിട്ടില്ല. അപ്പോൾ ഒരു 4-4:30 ആയപ്പോഴാണ് ഞാൻ കുളിക്കാൻ പോയത്. കുളിയൊക്കെ കഴിഞ്ഞ് വന്നതിൻ്റെ ശേഷമാണ് അരിയൊക്കെ അടുപ്പത്തിട്ടത് കേട്ടോ. അപ്പോഴേക്ക് ഞങ്ങൾ അരി അടുപ്പത്തിട്ടായിരുന്നു. ഈ വിളിക്കുന്ന താഴത്ത് എൻ്റെ അയൽവാസീനെയാണ് കേട്ടോ. അവളുടെ അടുത്തു നിന്നാണ് ചെമ്പ് വാങ്ങിയത്. അപ്പോൾ എത്ര കിലോ അരി അതിൽ വെക്കുമെന്ന് ചോദിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ രാവിലെ തന്നെ ഞാൻ അവളെ വിളിക്കുന്നത്. അതിൻ്റെ ശേഷം ഏട്ടൻ്റെ പണിയൊക്കെ ഏകദേശം ഒതുങ്ങിയതിൻ്റെ ശേഷം ഏട്ടൻ എന്ത് ചെയ്തു, കോളിഫ്ലവർ വാങ്ങിയത്. അപ്പോൾ അതും കൂടെ പൊരിച്ചെടുക്കാമെന്ന് പറഞ്ഞിട്ട് കോളിഫ്ലവർ മസാലയൊക്കെ ഇട്ടാണ്ട് പൊരിച്ചെടുക്കുകയാണ് ഈ കാണുന്നത് കേട്ടോ. അതിൻ്റെ ഇടയിൽ വെള്ളം തിളച്ച് തുടങ്ങിയപ്പോൾ ഞാൻ അരി ഇടാനും നിന്ന് കേട്ടോ. ഇതിപ്പോൾ നമ്മൾ പുറത്തുനിന്ന് വാങ്ങുന്ന അരി, റേഷൻ അരി അല്ല കേട്ടോ. അപ്പോൾ ഈ റേഷൻ അരി അല്ലാത്തതുകൊണ്ട് തന്നെ നല്ല വേവില്ല അരിയാണ് കേട്ടോ. അപ്പോൾ ഇതിൽ വേവോ ഇല്ലേ നമുക്കറിയില്ല. അപ്പോൾ നമ്മൾ ഏതായാലും ഒരു പരീക്ഷണത്തിലൊരു 3 കിലോ അരി ഇട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ. അതിൽ നമ്മൾ കുട്ടികളെ കൂട്ടുകാരികളും അതേപോലെ ഏട്ടൻ്റെ കൂടെ വർക്ക് ചെയ്യുന്നവരും ഒക്കെ വരാം, ചേച്ചിമാരൊക്കെ വരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അവരൊക്കെ കണ്ടിട്ടാണ് നമ്മൾ അരിയിട്ടത് കേട്ടോ. അപ്പോൾ എല്ലാവർക്കും വൈകുന്നേരം കൂടെ കഴിക്കാനുള്ള ഇതും കൂടെ കൂട്ടിയിട്ടാണ് ഞങ്ങൾ അരിയിട്ടത്. നിന്ന് വൈകുന്നേരം നേരെ ഇളയച്ചൻ്റെ വീട്ടിലേക്കാണ് പോകുന്നത് കേട്ടോ. അവിടെയാണ് നാളെ തിരുവോണം കഴിക്കുന്നത്. അപ്പോൾ അവിടെ പോയിട്ട് ഇനി ഭക്ഷണം ഉണ്ടാക്കണ്ടല്ലോ വിചാരിച്ചിട്ട് അതിനൂടെ കണ്ടിട്ടാണ് കേട്ടോ ഞങ്ങൾ അരിയിട്ടിരുന്നത്. അതിൻ്റെ ഇടയ്ക്ക് രസപരിപാടിയും കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. അച്ചുമോൾക്ക് ഇന്നലെ മുതലേ ഒരു പനിയും ജലദോഷമൊക്കെ തുടങ്ങിയിരുന്നു. രാവിലെ എണീറ്റ് കുറച്ച് കഴിഞ്ഞപ്പോൾ തന്നെ അവൾക്ക് എന്താ തലമിന്നലൊക്കെ ആയിട്ട് പിന്നെയും പോയി കിടന്നേന്ന് കേട്ടോ. അത് കഴിഞ്ഞ് കുറച്ച് കഴിഞ്ഞിട്ട് ഒന്ന് പോയി കിടന്ന് നീറ്റപ്പോൾ ഒരു സുഖമുണ്ട് എന്ന് പറഞ്ഞാണ് നീറ്റ് വന്നേന്നു. അത് കഴിഞ്ഞ് കുറച്ച് സമയം പൂവൊക്കെ ഇടാനൊക്കെ നിന്നേന്നു. പൂവിടുന്ന വീഡിയോ ഒന്നും എടുത്തിട്ടില്ല കേട്ടോ. തലേ ദിവസം അങ്ങനെ എടുക്കണം ഇങ്ങനെ എടുക്കണം എന്നൊക്കെ പ്ലാനിങ് ഉണ്ടായിരുന്നു. പക്ഷേ രാവിലെ ആയി കഴിഞ്ഞപ്പോൾ അടുക്കളയിൽ കയറി കഴിഞ്ഞപ്പോൾ എന്തൊക്കെ സംഭവിക്കണമെന്ന് തന്നെ ഒന്നും അറിയില്ല. വീഡിയോ ഓണാക്കാനൊക്കെ മറന്നു കേട്ടോ. അങ്ങനെ പപ്പടമൊക്കെ കാച്ചി എല്ലാ പരിപാടികളും തീർന്നു തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഒരുപാട് വിഭവങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. ചെറിയ ചെറിയ വിഭവങ്ങളായാലും ഒത്തിരി വിഭവങ്ങൾ ഉണ്ടാക്കിയിരുന്നു കേട്ടോ. അതൊക്കെ വീഡിയോ എടുക്കണം വിചാരിച്ചിരുന്നു. പക്ഷേ അതൊന്നും നടന്നില്ല. പിന്നെ ജസ്റ്റ് ഒന്ന് എല്ലാതൊന്ന് കാണിക്കാനായിട്ട് ഈ ഒരു വീഡിയോ മാത്രമേ ഉള്ളൂ കേട്ടോ ഞാൻ എടുത്തത്. അതൊക്കെ ഞാൻ മറന്നു പോയിട്ട് ആ സമയത്ത് എടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഒരു 10-16 ഐറ്റംസ് നമ്മൾ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ എല്ലാ പണികളും കഴിഞ്ഞിട്ട് ഇരിക്കുന്ന സമയമാണ് കേട്ടോ ഈ കാണുന്നത്. ഇത് പൂവിട്ടത് ഇപ്പോഴാണ് കാണിക്കുന്നത് കേട്ടോ. ചേട്ടനാണ് പൂവിട്ടത്. അടിപൊളിയായിട്ടില്ല. നമ്മൾ വാങ്ങിയ പൂവുണ്ട് കേട്ടോ. അതിൽ അല്ലാത്ത പുറത്തുനിന്ന് നമ്മൾ അടുത്തു നിന്നൊക്കെ പറിച്ച പൂക്കളും ഉണ്ട് കേട്ടോ. അത് കഴിഞ്ഞ് കുറച്ച് കഴിഞ്ഞപ്പോൾ തന്നെ ഇളയച്ചി വന്നു. പിന്നെ അച്ചുമോളെ കൂട്ടുകാരികളാണ് കേട്ടോ ആദ്യം വന്നത്. അവർക്ക് ആദ്യം ഭക്ഷണമൊക്കെ കൊടുത്ത് കഴിഞ്ഞ് ഏട്ടൻ്റെ കൂടെ വർക്ക് ചെയ്യുന്ന ചേട്ടനും അദ്ദേഹത്തിൻ്റെ കുട്ടികളും വന്ന് അത് കഴിഞ്ഞിട്ടാണ് പിന്നെ ഞങ്ങൾ ഫാമിലി മൊത്തം വരുന്നത്. അവർ ഇപ്പോൾ ഭക്ഷണം കഴിച്ചതിന് ശേഷമാണ് കേട്ടോ. പ്രാവശ്യം ഞങ്ങൾ കുറച്ച് വൈകിയായിരുന്നു ഭക്ഷണം കഴിക്കാൻ കേട്ടോ. ഇളയച്ചനെ കുട്ടികളെ മുടി വെട്ടിക്കാൻ വേണ്ടി പോയ സമയത്ത് കുറച്ച് വൈകി എത്താൻ. അപ്പോൾ അവനെ കാത്തു നിന്നപ്പോഴാണ് കേട്ടോ ഭക്ഷണം കഴിക്കാൻ കുറച്ച് വൈകി പോയത്. അപ്പോൾ എല്ലാവരും പിന്നെ ഭയങ്കര ആവേശത്തിൽ അല്ലെങ്കിൽ ഭയങ്കര രസത്തിലൊക്കെ വിളമ്പി കൊടുക്കുന്നതാണ് കേട്ടോ കാണുന്നത്. അപ്പോൾ ഈ ഒരു അവസ്ഥയിൽ ഞങ്ങൾ അച്ഛനെ വല്ലാതെ മിസ് ചെയ്യുന്നുണ്ട്. ഈ ഒരു സമയത്തൊക്കെ അച്ഛൻ്റെ സംസാരവും അച്ഛൻ്റെ ഓരോ കാര്യങ്ങളൊക്കെ ഞങ്ങൾ പറഞ്ഞുകൊണ്ട് തന്നെയാണ് കേട്ടോ ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇക്കൊല്ലം നമ്മളെല്ലാവരും ഉണ്ട്. അടുത്ത കൊല്ലം ആരാ ഉണ്ടാവുക നമുക്കറിയില്ല. അപ്പോൾ ഇല്ല സമയം സന്തോഷത്തിലും സമാധാനത്തിലും ഒത്തൊരുമയോടും കൂടി ജീവിക്കാമെന്ന് വിചാരിച്ച് എല്ലാവരും നല്ല രീതിയിൽ ഓണമൊക്കെ കഴിച്ച് മുന്നോട്ട് പോകുക കേട്ടോ. ഇരിക്കുകയാണ് എല്ലാവരും കൂടുമ്പോൾ ഒരുപാട് സന്തോഷമാണ്. ഒരുപാട് പഴയ കാര്യങ്ങളൊക്കെ പറഞ്ഞിരിക്കാം. അങ്ങനെ ഇരിക്കുന്ന സമയത്താണ് പൂമോള് കയറി വന്നത്. അപ്പോൾ പൂമോക്കുള്ള ഭക്ഷണം കൊടുത്ത് പിന്നെ അത് കഴിഞ്ഞ് ചേച്ചിയും കുട്ടിയും വന്നു കേട്ടോ. ഇന്നത്തെ അവരുടെ ഭക്ഷണം കഴിക്കാനും കൂടെ കഴിഞ്ഞിട്ട് ഞങ്ങൾ നേരെ പിന്നെ ഇളയച്ചൻ്റെ വീട്ടിലേക്കാണ് പോയത് കേട്ടോ. അടുത്ത വീഡിയോ ഇളയച്ചൻ്റെ വീട്ടിൽ നാളെ വരും കേട്ടോ.